വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്കൊരു ദിവസം കൂടി ദാനമായി ലഭിച്ചു. ഈ ലോകയാത്രയിൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം ദൈവിക ദാനങ്ങളാണ്. നമുക്ക് ലഭിക്കുന്ന സമയങ്ങളും നമുക്ക് ലഭിക്കുന്ന ആരോഗ്യവും ബുദ്ധിയും ശക്തിയും എല്ലാം ദൈവത്തിന് ദാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തോട് എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കണം. എന്നാൽ ഈ അറിവൊക്കെ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ മാത്രം ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ അറിവുകളാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് എപ്പോഴും കർത്താവിനോടൊരു നന്ദിയുള്ള ഹൃദയം ഉണ്ടായിരിക്കും. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ ഇന്നലെ ചിന്തിച്ച വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരുക്കം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നലെ സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു ഒരുക്കമുണ്ടായിരിക്കണം. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഒരുക്കങ്ങളിലെ ചില വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന്, നമ്മൾ സുവിശേഷം അറിയിക്കാനുള്ള ഒരുക്കത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഒരുപാട് വിശദമായിട്ടൊന്നും അല്ല എങ്കിൽ തന്നെയും നമുക്ക് ചെറുതായിട്ട് അതിനെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് ഇടയായി. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത്, നമുക്കൊരു ശത്രുവുണ്ട്, പിശാച്. നമ്മൾ യുദ്ധക്കളത്തിലാണ്, നമ്മൾ മരുഭൂമി യാത്രയിലാണ്. അതുകൊണ്ട് ശത്രുവിൻ്റെ വഞ്ചന, ശത്രുവിൻ്റെ പോരാട്ടമുണ്ടാകും. അതിനെ നേരിടുവാനായിട്ട് നമുക്ക് ഒരുക്കമുണ്ടായിരിക്കണം. നാം ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു വേണം എപ്പോഴും ആയിരിക്കാൻ. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ഞാൻ മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഓർപ്പിക്കുന്നത് കർത്താവിൻ്റെ വരവിനായിട്ടുള്ള ഒരുക്കം. കർത്താവിൻ്റെ വരവിനായിട്ടുള്ള ഒരുക്കം. നമ്മുടെ കർത്താവ് വരും. കർത്താവ് എപ്പോൾ വരും എന്ന് കർത്താവ് സമയം പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാർ ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു. നമ്മൾ മത്തായി 24 അധ്യായം അതിൻ്റെ 3 വാക്യത്തിൽ അവിടെ കർത്താവ് അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കുമെന്നും നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഇവിടെ ശിഷ്യന്മാർ 3 ചോദ്യം ചോദിച്ചു. അത് എപ്പോൾ സംഭവിക്കും, അതെപ്പോൾ സംഭവിക്കുമെന്ന് വെച്ചാൽ അതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ 1-2 വാക്യമാണ്. എന്ന് പറഞ്ഞാൽ ദേവാലയത്തെ കണ്ടുകൊണ്ട് അതിൻ്റെ പണിയെയൊക്കെ അവർ വർണ്ണിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല. അപ്പോൾ അത് എപ്പോൾ സംഭവിക്കും? അതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യമാണ് നിൻ്റെ വരവിനും നിൻ്റെ വരവ് എപ്പോഴാണ്, ലോകാവസാനം എപ്പോഴാണ്? ഈ കാര്യങ്ങൾ അത് ചോദിച്ചു. അതിൻ്റെ ഉത്തരമായിട്ടാണ് നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചരിത്രമായി തീർന്ന ഒരുപാട് വിഷയമുണ്ട്. നമ്മുടെ വിഷയം വിട്ടു പോകരുതല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ അതിനെ മാത്രം ഒതുക്കുക. അപ്പോൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ തന്നെ 24 അധ്യായത്തിൻ്റെ 44 വാക്യത്തിൽ, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അപ്പോൾ നമ്മളവിടെ ഒരുങ്ങിയിരിക്കണം. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയല്ല. നിങ്ങൾക്കൊരിക്കലും അതിനെക്കുറിച്ചൊരു തോന്നൽ പോലും തോന്നിയല്ല. അങ്ങനെയുള്ള സമയത്താണ് കർത്താവ് വരുന്നത്. അതിൻ്റെ 42 വായിക്കുന്നുണ്ട്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നാം നിർവഹിച്ചുകൊണ്ട് നാം ഇരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഈ ലോക ജീവിതയാത്രയിൽ നമ്മൾ എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ വരവിലുള്ള പ്രത്യാശയിൽ നിന്നും അകറ്റുവാൻ ശത്രു വളരെയധികം പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗം പറഞ്ഞു തുടങ്ങുമ്പോൾ കർത്താവ് മത്തായി 24:4 പറഞ്ഞു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പം നമ്മളെ ഏതെങ്കിലും നിലയിൽ തെറ്റിക്കാനായിട്ട് ജനം ശ്രമിക്കും. നമ്മളെ തെറ്റിക്കുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇന്ന് വിശ്വാസ ഗോളത്തിൽ തന്നെ അനേകരും തെറ്റിയിരിക്കുകയല്ലേ എന്ന് നമുക്ക് തോന്നാം. കാരണം
കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരു യഥാർത്ഥമായ ഒരാശയോ പ്രത്യാശയോ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഒരുക്കങ്ങളോ ഒന്നും പലരിലും കാണുന്നില്ല. അപ്പം അതൊരു വിശ്വാസത്യാഗത്തിന് തന്നെ അടയാളമാണ്. അപ്പോൾ ഇവിടെ പിന്നെ അതിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞു, പിന്നെ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അപ്പോൾ തെറ്റിക്കും, നമ്മുടെ ലക്ഷ്യബോധത്തിൽ നമ്മളെ തെറ്റിക്കും. അതിൻ്റെ 11-ാം വാക്യത്തിൽ പറഞ്ഞു, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കണ്ടോ? അപ്പോൾ തെറ്റിക്കുമെന്ന് വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പുണ്ട്. അതിൻ്റെ 24-ാം വാക്യം, മത്തായി 24 അവിടെ വായിക്കുന്നത് എന്താണ്? കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. കണ്ടോ? അപ്പോൾ എങ്ങനെയെങ്കിലും അത്ഭുതങ്ങളുടെയോ അടയാളങ്ങളുടെയൊക്കെ നമ്മെ തെറ്റിക്കുവാനായിട്ട് ശത്രു ശ്രമിക്കും. അപ്പോൾ തന്നെ നമ്മൾ എത്രമാത്രം ജാഗരൂകരായിരിക്കണം എന്നുള്ളത് കർത്താവ് എത്ര ശക്തമായ മുന്നറിയിപ്പാണ് തന്നിരിക്കുന്നതെന്ന് നമ്മൾ മറക്കരുതേ. നമുക്ക് നമ്മുടെ കൂടെ ഓടിയ ഓട്ടക്കളത്തിലുണ്ടായിരുന്ന എത്രയോ പേർ പല നിലകളിൽ തെറ്റിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ ഈ കാര്യം സൂക്ഷിക്കണം. എല്ലാ ദൈവമക്കളും അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. നമുക്ക് ഓരോ ദിവസവും കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ നമ്മളെ ഭരിക്കുവാൻ ഇടയാകണം. നമുക്കറിയാം, നമ്മൾ ആ മത്തായി 25-ാം അധ്യായത്തിൽ ആദ്യം തന്നെ കാണുന്നത് 10 കന്യകമാരുടെ ഒരു ഉപമയാണ്, ദൃഷ്ടാന്തം. അപ്പോൾ അവർ കർത്താവിനെ കാത്തിരുന്നവരാ. എന്നാൽ അവരിൽ 5 പേര് ബുദ്ധിമതിമാരും 5 പേര് ബുദ്ധിഹീനരുമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇവർ ഈ ബുദ്ധിമതികളായ ആൾക്കാർ അവരെക്കുറിച്ച് പറയുന്നത് പിന്നെ അവർ ഒരുങ്ങിയിരുന്നു. അവിടെ ഒരു ശബ്ദം, അതിൻ്റെ 10-ാം വാക്യം, അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ആ ഒരുങ്ങിയിരിക്കുക എന്നുള്ളത് എത്ര ഗൗരവതരമായ കാര്യമാണ് എന്ന് നമ്മൾ മറക്കരുത്. നമ്മൾ ഒരുങ്ങിയിരിക്കണം. എല്ലാ വിശുദ്ധന്മാർക്കുമുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ് നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങിയിട്ടുണ്ടോ? കാരണം കർത്താവ് എപ്പോൾ വരുന്നുവെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് വിശദമായി പറയേണ്ടതാണെങ്കിലും ചുരുക്കി പറയട്ടെ. അവിടെ 5:2 കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അപ്പോൾ ഒരു കള്ളനും കക്കുവാൻ വരുന്നത് ഒരിക്കലും ആ വീട്ടുകാരൊരിക്കലും ചിന്തിക്കുന്ന ഒരു സമയത്തായിരിക്കില്ല. അനേകം മോഷണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ വീടും അങ്ങനെ കള്ളനാൽ മോഷ്ടിക്കപ്പെടാമെന്നൊരു ചിന്താഗതിയൊന്നും ആരെയും ഭരിക്കാറില്ല. അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലൊന്നും ആരും ജീവിക്കാറില്ല. അപ്പോൾ കർത്താവ് ഏത് സമയത്തും വരാം എന്നുള്ളതാണ് ഇവിടെയും തരുന്ന വലിയ ശക്തമായ മുന്നറിയിപ്പ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം. നമ്മളത് വളരെ നമ്മൾ ഓരോ ദിവസവും എത്രമാത്രം കർത്താവിന് വേണ്ടി ഒരുങ്ങി കാത്തിക്കണം. അതിൻ്റെ 4-ാം വാക്യത്തിൽ 1 തെസ്സലോനിക്കർ 5:4 എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. അപ്പോൾ നമ്മൾ ഇരുട്ടിലുള്ളവരല്ല, നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. നമ്മൾ വെളിച്ചത്തില്ല. അപ്പോൾ സാധാരണ കള്ളന്മാർ കക്കുവാനൊക്കെ വരുന്നത് ഇരുട്ടില്ല, രാത്രിയില്ല. അപ്പോൾ ഇവിടെ പറയുന്നതിന് സാരം എന്തെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം നമുക്കുണ്ടായിരിക്കണം. ആ ഒരുക്കം ഇന്ന് നമുക്കുണ്ടോ? കാരണം എബ്രായർ 9:28 വായിക്കുന്നത് തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്കായി താൻ വീണ്ടും പാപം കൂടാതെ പ്രത്യക്ഷനാകുമെന്ന്. അപ്പോൾ തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ, ദൈവമക്കളെ, നമ്മൾ യഥാർത്ഥമായിട്ടും നമ്മളെ തന്നെ ഇന്ന് പരിശോധിക്കുമ്പോൾ, ഇന്ന് നമ്മൾ എഴുന്നേറ്റപ്പോൾ ഇന്ന് എൻ്റെ കർത്താവ് വരും എന്നുള്ള ഒരു വിശ്വാസം, അങ്ങനെയുള്ള ഒരു യഥാർത്ഥമായ ചിന്ത നമ്മളെ ഭരിച്ചോ? നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇതുവരെയും കർത്താവ് വന്നില്ല, എന്നാൽ ഇന്ന് വരും
ഇന്ന് വരും എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ തന്നെ നമ്മൾ ഒരുങ്ങിയിരിക്കണം. ആ ഒരു തീഷ്ണത, എരിവ് നമുക്ക് ആത്മീയ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരിക്കണം. അപ്പോൾ മൂന്നാമത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെ വരവിനായിട്ടുള്ള ഒരുക്കം നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നാലാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവവചനം കേൾക്കുവാനുള്ള ഒരുക്കം. നമുക്കറിയാം, ഇന്ന് അനേകരും ദൈവസന്നിധിയിൽ വരുമ്പോൾ പോലും അവർക്ക് വചനം കേൾക്കാനായിട്ടുള്ള ഒരു ഒരുക്കമില്ല. ദൈവവചനം കേൾക്കാനുള്ള നമ്മുടെ എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, ഹീബ്രു ചാപ്റ്റർ 2 വേഴ്സ് 1, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. നോക്കണേ, ഇന്ന് അനേകരും വചനം കേൾക്കുന്നുവെങ്കിലും കേട്ട വചനം അവർ പെട്ടെന്ന് മറന്നുപോകുന്നു. അവർക്ക് ആ വചനത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്നില്ല. എന്താ കേട്ടത്? അത് മറന്നുപോയി. നമ്മളെ കേൾപ്പിക്കുന്ന വചനങ്ങൾ, ഈ വചനം കേൾക്കുവാനുള്ള ഒരു നല്ല ഒരുക്കം നമുക്ക് വേണം. ഇല്ലെങ്കിൽ നിഷ്ഫലമായി പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞപ്പോൾ ലൂക്കോസ് അതിൻ്റെ 8-ാം അധ്യായം, ലൂക്കോസ് അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം, ലൂക്കോസ് 8-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു? നമ്മൾ കേൾക്കുന്നത് എങ്ങനെ കേൾക്കുന്നു? നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ് കേൾക്കുന്നത്? അത് ശ്രദ്ധിച്ചാണോ കേൾക്കുന്നത്? അതോ നമ്മുടെ ഏകാഗ്രത ഇല്ലാതെ അശ്രദ്ധമായിട്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ഞാൻ കേൾക്കുന്നത് ദൈവവചനമാണെന്നുള്ള ബോധ്യമില്ലാതെ അങ്ങനെയാണോ നമ്മൾ കേൾക്കുന്നത്? പലപ്പോഴും പലരും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ എവിടെയായിരിക്കുന്നു, ഞാൻ എന്താണ് കേൾക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നല്ല ബോധം അനേകരെയും ഭരിക്കുന്നില്ല. വളരെ ഗൗരവമുള്ള കാര്യം മതിയോ മക്കളെ? നമ്മൾ കേൾക്കുന്നത് എങ്ങനെ കേൾക്കുന്നു? നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകം അതിൻ്റെ 34-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യം വായിക്കുമ്പോൾ, ഇയ്യോബ് അതിൻ്റെ 34-ാം അധ്യായം 2-3, ജ്ഞാനികളെ എൻ്റെ വചനം കേൾപ്പീൻ, വിദ്വാൻമാരെ എനിക്ക് ചെവി തരുവിൻ. അണ്ണാക്ക് ആഹാരത്തെ രുചി നോക്കുന്നു, ചെവിയോ വചനങ്ങളെ ശോധന ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പറയുന്ന സാരം, നമ്മൾ ഒരാഹാരം രുചി നോക്കുന്നതിനേക്കാളും ഗൗരവമായിട്ട് നമ്മൾ ചെവി കൊണ്ട് കേട്ട് ആ വചനങ്ങളെ നമ്മൾ ശോധന കഴിക്കണം. നമ്മൾ വളരെ അത് ശ്രദ്ധ വെച്ച് കേൾക്കണം എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. യേശയ്യാ പ്രവചനത്തിൽ 28-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ നമ്മൾ കേൾക്കേണ്ടതിനെ ഒരു വിധി അവിടെ എങ്ങനെ കേൾക്കണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചെവി തന്ന് എൻ്റെ വാക്ക് കേൾപ്പിൻ, ശ്രദ്ധ വെച്ച് എൻ്റെ വചനം കേൾപ്പിൻ. ശ്രദ്ധ വെച്ച് വളരെ നമുക്കറിയാം, ഞങ്ങളൊക്കെ ആർമി സർവീസിലായിരിക്കുമ്പോൾ ദർബാർ എന്നൊക്കെ പറഞ്ഞാൽ CO വന്ന് എന്തെങ്കിലും പറയുമ്പോൾ അത് വളരെ ശ്രദ്ധ വെച്ച് കേൾക്കും. എഴുതിയെടുക്കേണ്ട പോയിന്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് എഴുതിയെടുക്കും. വളരെ ശ്രദ്ധ വെച്ച് കേൾക്കും. കാരണം അവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് അനുവർത്തിക്കേണ്ട അനേക കാര്യങ്ങളുണ്ട്. ഇതുപോലെ ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളാണ്. നമ്മൾ വിട്ടുകളയേണ്ടതുണ്ടാവും, നമ്മൾ ഇല്ലായ്മ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, ഉരിഞ്ഞു കളയേണ്ട കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധ വെച്ച് കേട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവവചന കേൾവിയിൽ യാക്കോബ് പറയുമ്പോഴത്തേക്കും നമ്മുടെ കേൾവിയിൽ നമ്മൾ എങ്ങനെയായിരിക്കണമെന്നാണ് അറിയാമോ? യാക്കോബ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം, എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവരായിരിക്കണം. നോക്കുക, കേൾക്കാൻ വേഗതയുള്ളവരായിരിക്കണം. അതിൻ്റെ തന്നെ 22-ാം വാക്യത്തിൽ വായിക്കുന്നത്, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പിൻ.
അപ്പോൾ നമ്മൾ വചനം കേൾക്കുന്നത് അല്ല, ദൈവം നമ്മളെ വചനം കേൾപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട്. വളരെ ഗൗരവമായി ചിന്തിക്കണം ദൈവമക്കളെ. നമ്മളെ കേൾപ്പിക്കുന്ന ദൈവവചനത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമുക്കറിയാം, പത്രോസ് കൊർന്നേല്യോസിൻ്റെ ഭവനത്തിലെത്തിയപ്പോൾ കൊർന്നേല്യോസ് പത്രോസിനോട് പറയുന്നൊരു കാര്യം വളരെ ഏത് വിശ്വാസിക്കും അത് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുൻപാകെ കൂടിയിരിക്കുന്നു. കണ്ടോ? പത്രോസിനോട് പറയാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെയാണ് ഇരിക്കുന്നത്. ദൈവം നിന്നോട് പറഞ്ഞത് കേൾക്കുവാനാണ് ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെ ഈ ബോധം ഭരിക്കാറുണ്ടോ? അതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു? അതിൻ്റെ 10-44 ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. കണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തമായ പ്രവൃത്തി അവിടെ ഉണ്ടായി. ഇന്ന് അനേകരിലും ദൈവത്തിൻ്റെ വചനം കേൾക്കാനിരിക്കുമ്പോഴും അവർക്കൊരു മന്ദതയാണ്. അവർക്കത് ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയുന്നില്ല. ശത്രു അവരെ അതിലേക്ക് ശ്രദ്ധിക്കാനേ സമ്മതിക്കില്ല. നമുക്കറിയാലോ വിതക്കാരൻ്റെ ഉപമ, മത്തായി 13-ാം അധ്യായം, ഞാനതിപ്പോൾ പറയുന്നില്ല. അപ്പോൾ വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, ചിലത് പാറ സ്ഥലത്ത് വീണു, പാറയുടെ സ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു. അപ്പോൾ നല്ല സ്ഥലത്ത് വീണത് മാത്രമേ ഫലം കൊടുത്തുള്ളൂ. നമ്മൾ ചിന്തിക്കണം. അപ്പം നമ്മൾ നമ്മുടെ ദൈവവചനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം ഒരുക്കി വേണം പോകുവാൻ, നമ്മുടെ കാതുകൾ എത്രമാത്രം അതിനു വേണ്ടിയിട്ട് ഒരുക്കമുള്ളവരായിരിക്കണം, നല്ലൊരു മനസ്സുണ്ടായിരിക്കണം, ദൈവഭയം നമ്മളെ ഭരിക്കണം. അപ്പം നമുക്ക് ദൈവവചനം കേട്ട് അത് കൈക്കൊണ്ട് അതിനെ നിവർത്തിക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിലാക്കി തീർക്കാനുള്ള ഒരു ഉത്സാഹത്തോടു കൂടി നാം ആയിരിക്കണം. അതിനുള്ള ഒരുക്കം നമുക്കുണ്ടായിരിക്കണം. എന്നാൽ ഇന്ന് അനേകം ജീവിതങ്ങളിലും നമ്മൾ കാണുന്നത്, അവർ വചനം കേൾക്കുന്നു എങ്കിലും അവർക്കത് ഗ്രഹിക്കുവാനോ അത് ജീവിതത്തിൽ പകർത്തുവാനോ അതിൻ്റെ യഥാർത്ഥമായ ലാഭമുണ്ടാക്കാനോ പലർക്കും കഴിയുന്നില്ല. അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. 5-ാമത്തെ കാര്യം ഞാൻ പറയട്ടെ, വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് നമ്മൾ ഇത്ര ഓടിപ്പോകുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്ന ഒരു സാക്ഷ്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. അവിടെ വായിക്കുന്നത് പൗലോസ്ലീഹ പറയുന്നത് എന്നാ അറിയോ? അപ്പോസ്തല പ്രവൃത്തി 21-13, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്തിനാണ്? കർത്താവിന് വേണ്ടി മരിക്കുവാൻ. കർത്താവിന് വേണ്ടി മരിക്കുവാൻ. പ്രിയമുള്ളവരെ, നമുക്ക് ഒരേ ഒരു മരണമാണ്, അത് കർത്താവിന് വേണ്ടിയായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ ലോക ജീവിതം നമ്മൾ കഴിക്കുമ്പോൾ ക്രിസ്തുവിലായിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടുമുള്ള എൻ്റെ അപേക്ഷ, എൻ്റെ ആഗ്രഹവും അപേക്ഷയും, പ്രിയമുള്ളവരെയും, നമുക്ക് ഒരിക്കലും മരിക്കേണ്ടി വരുന്നുള്ളൂ, അത് കർത്താവിന് വേണ്ടി മരിക്കുക. ഇവിടെ ഞാൻ കർത്താവിന് വേണ്ടി മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. നോക്കുക, നമ്മൾ യഥാർത്ഥമായും കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വരും. മരിക്കാനുള്ള മുഴുവൻ ചാൻസും ഉണ്ട്. കാരണം ഈ ലോകം ഒരിക്കലും കർത്താവിനെയോ കർത്താവിൻ്റെ വചനങ്ങളെയോ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് സുവിശേഷം അറിയിക്കാത്തത് അനേകരും അവരുടെ പ്രാണനെ സ്നേഹിക്കുന്നുകൊണ്ടാണ്, അവരെ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ അതേ അധ്യായം, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 20-24 പൗലോസ്ലീഹ പറയുന്ന സാക്ഷ്യം ഞാൻ പറയാം. 20-24, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. കണ്ടോ? അപ്പോൾ ഈ ശുശ്രൂഷ, കർത്താവ് തന്ന ഈ കൃപയുടെ സുവിശേഷം എല്ലാവരിലേക്കും എത്തിക്കുവാൻ വേണ്ടി താൻ ഓടുകയാണ്. അതിനുവേണ്ടി തൻ്റെ പ്രാണനെപ്പോലും താൻ അപ്രിയമായി കണ്ടുകൊണ്ട് ഓടുകയാണ്. അല്ലെങ്കിൽ മുൻപോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് താൻ ഈ ഓട്ടത്തെ താൻ ഒരിക്കലും നിർത്തിയില്ല. തൻ്റെ പ്രാണനെപ്പോലും അപ്രിയമായി കണ്ടു. ഈ ലോകം എപ്പോഴും യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിലുള്ള സാക്ഷ്യമുള്ളവരെ കൊല്ലുവാൻ ഒരുങ്ങുന്ന ഒരു ലോകമാണ്.
അവരത് പറയരുതെന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ താല്പര്യം. കർത്താവ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ പിന്നെ ഒരു സാക്ഷ്യമുള്ള ലാസറിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, ലാസറിനെ ഉയർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അനേകർ കർത്താവിൽ വിശ്വസിക്കുവാനായിട്ട് കാരണമായി. അതുകൊണ്ട് യഹൂദന്മാരെടുത്തൊരു തീരുമാനത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം, ജോൺ ഗോസ്പൽ ചാപ്റ്റർ 12, അവിടെ 12-ന്റെ 10ഉം 11ഉം വാക്യം, 10:11, 12-ന്റെ 10ഉം 11ഉം, അവൻ ഹേതുവായി അനേകർ യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കാൻ ലാസറെയും കൊല്ലണം എന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. കണ്ടോ? നോക്കുക പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ക്രിസ്തുവിനായി സാക്ഷ്യം കൊണ്ട ഏതൊരു വ്യക്തിയെയും കൊന്നുകളയണമെന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ തീരുമാനം. അവരെ ഈ ലോകം ഒരിക്കലും സഹിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ചിന്തിക്കൂ. ഇന്ന് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അവർ യഥാർത്ഥത്തിൽ കർത്താവിനേക്കാൾ അധികമായി ലോകത്തെ സ്നേഹിക്കുന്നു, പണത്തെ സ്നേഹിക്കുന്നു, സ്ഥാനമാനങ്ങളെ സ്നേഹിക്കുന്നു, ബഹുമാനം, മറ്റുള്ളവരിൽ നിന്നുള്ള പ്രശംസ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ വരുന്നതുകൊണ്ട് അവർ വീണ്ടും വണ്ണം കർത്താവിന് വേണ്ടി തൻ്റെ പ്രാണനെയും അപ്രിയമായി കണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറാകുന്നില്ല. നമുക്ക് എല്ലാ ദൈവമക്കളും ഓർക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പല പ്രാവശ്യം ഓർപ്പിച്ചൊരു കാര്യമാണ് റോമാലേഖനം 14:7. നമ്മളെല്ലാവരും നമുക്കായി തന്നെ ജീവിക്കുന്നില്ല, നമ്മളെല്ലാവരും നമുക്കായി തന്നെ മരിക്കുന്നില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കുന്നു, നാം മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി മരിക്കുന്നു. അതുകൊണ്ട് നാം ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനുള്ളവർ തന്നെ. ആ വാക്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് അന്വർത്ഥമായി തീരുവാനായിട്ടുള്ള ആഗ്രഹം, അതിനുള്ളൊരു സമർപ്പണം, ഒരു നല്ല തീരുമാനം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ബന്ധിക്കപ്പെടാൻ മാത്രമല്ല കർത്താവിന് വേണ്ടി മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളിൽ എത്ര പേർക്ക് ഈ കർത്താവിന് വേണ്ടി ഞാൻ മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ കഴിയും? ഇത് വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നതല്ല. ഇത് നമുക്ക് യഥാർത്ഥമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു നല്ല മനസാക്ഷിയോടുകൂടി ഇങ്ങനെ പറയാൻ കഴിയുമോ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം എന്ന് അങ്ങനെയുള്ളവർക്ക് മാത്രമേ പറയാൻ കഴിയൂ. അതാണ് നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കം, കർത്താവിന് വേണ്ടി മരിക്കാനുള്ള ഒരുക്കം, അത് നമുക്കുണ്ടായിരിക്കണം. ഇനി 6ാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ 7 കാര്യങ്ങൾ ഉണർത്തിക്കാമെന്നുള്ളതാണ് എൻ്റെ ചിന്ത. 6ാമത്തെ കാര്യം, നമ്മൾ കർത്താവിന് കണക്ക് ബോധിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കണം. എന്ന് വെച്ചാൽ ഇന്ന് കർത്താവ് വന്നാൽ നമ്മൾ ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിലായിരിക്കും. അവിടെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് ചോദിക്കും. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 2-ാം വാക്യം, ലൂക്ക് 16:2. അപ്പോൾ അവിടെ വായിക്കുന്നത്, പിന്നെ അവനെ വിളിച്ചു, നിന്നെക്കൊണ്ട് ഈ കേൾക്കുന്നത് എന്ത്? നിന്റെ കാര്യവിചാരകത്തിൻ്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. നിന്റെ കാര്യവിചാരകത്തിൻ്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. എല്ലാ ദൈവമക്കൾക്കും കർത്താവിൽ ഒരു ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. അവർക്ക് ഒരു കാര്യവിചാരമുണ്ട്. ദൈവം അവരോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ 1 കൊരിന്ത്യർ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകർക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ഗ്രഹവിചാരകൻ, കാര്യവിചാരകൻ, ഗ്രഹവിചാരകൻ. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നാം ദൈവത്തിന് ഒരു ദിവസം കണക്ക് ബോധിപ്പിക്കണം. അതേ ലൂക്കോസ് 19, ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം അതിൻ്റെ 15ഉം 16ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടിയെന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു.
ഒന്നാമത്തവൻ അടുത്ത് വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവനോട്, നല്ല ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുക എന്ന് കൽപ്പിച്ചു. ഇവിടെ ഓരോരുത്തരെ വിളിച്ച് കർത്താവ് കണക്ക് ചോദിക്കുക. ചിന്തിക്കുക, നമ്മളോട് ദൈവം കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം വരുന്നു. അപ്പോൾ നമ്മളോട് കണക്ക് ചോദിക്കുമ്പോൾ എന്തായിരിക്കും നാം കണക്ക് കൊടുക്കുക? പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കണം. ക്രിസ്തീയ ജീവിതം എങ്ങനെയെങ്കിലും ലാഭപ്രദമായി ജീവിക്കുന്ന ഒരു ജീവിതമല്ല, വളരെ ഗൗരവമുള്ള ജീവിതമാണ്. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് കണക്ക് കൊടുക്കണം. കാരണം എല്ലാം നമുക്ക് ദൈവം തന്നതാണ്. ഈ തന്നതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്നതിൻ്റെ കണക്ക് നാം ബോധിപ്പിച്ചേ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് യഥാർത്ഥമായും ദൈവത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കാനുള്ള ഒരുക്കത്തിലുള്ള ജീവിതമാണോ നമ്മൾ നയിക്കുന്നത് എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം നമുക്കറിയാം, 2 കൊരിന്ത്യർ 5:10 വായിക്കുന്നുണ്ട്, നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടണം. ചിന്തിക്കുക ദൈവമക്കളെ. നമ്മൾ റോമാലേഖനം 14:10 12 വായിക്കുന്നുണ്ട്, നാം ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കണം. അപ്പോൾ ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കണം എന്നുള്ള ഒരു ബോധം അത് നമ്മളെ ഭരിക്കണം. അതിനുള്ള ഒരുക്കം നമുക്കുണ്ടായിരിക്കണം. ഒരുക്കമില്ലാതെ വന്നാലോ അത് വളരെ ദുഃഖകരമായ ആ ന്യായാസനത്തിന് മുമ്പിൽ നടക്കുന്ന അനേക കാര്യങ്ങൾ നമുക്ക് തിരുവചനത്തിൽ വ്യാഖ്യാനിക്കാനുണ്ട്. ഞാൻ ഒരു കാര്യം വളരെ ധാർമ്മികമാണ് നിങ്ങളോട് പറയട്ടെ, നമ്മൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതാകുന്നു. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എങ്ങനെയുള്ളതാണ്? ദൈവത്തിന് പ്രസാദം വരുന്ന പ്രവർത്തികളാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ പണിയുന്ന പ്രവർത്തികൾ നമുക്ക് നിത്യത്തിലേക്ക് നേട്ടമുണ്ടാക്കുന്നവയാണോ? ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്ത പ്രവർത്തികളാണെങ്കിൽ അത് 1 കൊരിന്ത്യർ 3:12 മുതൽ 15 വരെ വായിക്കുന്ന പോലെ അത് പൊന്നും വെള്ളിയും വിലയേറിയ കല്ലുമായിരിക്കും, അല്ലെങ്കിൽ അത് മരവും പുല്ലും വൈക്കോലുമായിരിക്കും. അപ്പോൾ 6 നിലയിലുള്ള പണികളാണ്. അത് ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെട്ട് വരും. അപ്പോൾ നമ്മൾ യഥാർത്ഥമായും കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ആത്മനിയോഗത്തോടെ ആത്മനിറവിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം പൊന്നും വെള്ളിയും വിലയേറിയ കല്ലുമായി നമുക്ക് പ്രതികൂലമായി വരും. ഇല്ല, നമ്മൾ ചെയ്തതെല്ലാം ആൾക്കാരുടെ മുമ്പിൽ കാണിക്കാനും ആൾക്കാരുടെ മുമ്പിൽ അഭിനയിച്ച് നമ്മളെ ഭക്തരെന്ന് കാണിച്ച് നമ്മൾ ജീവിക്കുകയായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ അതെല്ലാം കത്തിപ്പോകും. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ കണക്ക് കൊടുക്കണം എന്നുള്ള ആ കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. 7ാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ എനിക്ക് വളരെ ഓരോ വാക്കുകളും ഒരുപാട് വിശദീകരിക്കാവുന്നതാണ്. പക്ഷേ അതിനുള്ള സമയം നമുക്കില്ല. ഞാൻ അതിൻ്റെ മെയിൻ പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവുകയാണ്. നമ്മൾ 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ, 1 Peter 3:15, അവിടെ വായിക്കുന്നത്, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന യവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. അവിടെയും ഒരു ഒരുക്കം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള പ്രത്യാശയെക്കുറിച്ച് നമ്മളോട് ആൾക്കാർ ചോദിക്കും. കാരണം നമ്മൾ ഏത് സമയവും ദൈവവചനം വായിക്കുന്നു, പ്രാർത്ഥന നിരതരായിരിക്കുന്നു, മറ്റുള്ളവർ ഇതെല്ലാം ചെയ്യുന്നു. അപ്പോൾ പലർക്കും പല ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കാലത്ത് എങ്ങനെയുള്ളവരായിരുന്നു എന്ന് എഫേസ്യർ 2:12 വായിക്കാൻ നമുക്ക് കഴിയും. നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു? നമ്മൾ പ്രത്യാശയില്ലാത്തവരായിരുന്നു, അല്ലേ? നമ്മൾ ആശയില്ലാത്തവരായി ജീവിച്ചു. അതിൻ്റെ 2:12 വാക്യം, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. അപ്പോൾ നമ്മൾ കർത്താവിലാകുന്നതിന് മുൻപുള്ള നമ്മുടെ ജീവിതം യാതൊരു പ്രത്യാശയുമില്ല. മരിച്ചാൽ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം ദൈവവുമായിട്ട് നമുക്ക് ബന്ധമില്ല. നമുക്ക് ദൈവമില്ലായിരുന്നു, നമുക്ക് ക്രിസ്തു ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ കർത്താവിനോട് കൂടെ സ്വർഗത്തിലായിരിക്കും എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. കാരണം മാറ്റമില്ലാത്ത വചനം അത് നമുക്ക് ഉറപ്പ് തരുന്നു. ഇന്ന് രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന പലർക്കും ഉറപ്പില്ല, അത് അവരുടെ കാര്യം. എന്നാൽ നമുക്ക് വ്യക്തിപരമായിട്ട് ഈ ഉറപ്പുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം.
ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ കർത്താവിനോട് കൂടി ആയിരിക്കും. നിത്യതയെക്കുറിച്ചുള്ള ശരിയായ ഉറപ്പ് ദൈവം തൻ്റെ മക്കൾക്ക് അതിലുണ്ട്. കാരണം ഈ ആശ നൽകിയത് ദൈവമാണെന്ന് റോമർ 15:13 നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ പല പ്രാവശ്യം എടുത്ത് പറയാനുള്ള കാര്യം, നമുക്ക് പ്രത്യാശ നൽകുന്ന ദൈവം. അപ്പം ഈ പ്രത്യാശയാണ്. ഈ പ്രത്യാശ ഉള്ളവർ എന്ത് ചെയ്യണം? പ്രതിവാദം പറയുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുവാൻ ഒരുങ്ങിയിരിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആശയെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുമ്പോൾ അവരോട് പറയുവാനായിട്ട് നമുക്ക് മനസ്സിൽ കൊണ്ടായിരിക്കണം. ഇന്ന് അനേകം മരിക്കുമ്പോഴുള്ളവരുടെ വേദന ജാതികളെ പോലെ വേദനിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോട് 1 തെസ്സലോനിക്കർ 4:13 പറയുന്നുണ്ട്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ. കണ്ടോ? അപ്പോൾ മറ്റുള്ളവർക്ക് പ്രത്യാശയില്ല, എന്നാൽ ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട്. നമ്മൾ വേദനിച്ച് ദുഃഖിച്ച് കരഞ്ഞ് നിലവിളിക്കേണ്ട ആവശ്യമില്ല. കാരണം മരിച്ച വ്യക്തി ക്രിസ്തുവിൽ മരിച്ചെങ്കിൽ അവൻ അടുത്ത നിമിഷം അവൻ സ്വർഗത്തിലെത്തിയിരിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി. അവനോട് സന്തോഷിക്കുക. എന്നാൽ ആ ഒരു ബോധ്യം നമ്മളെയും ഭരിക്കണം. നമുക്കറിയാൻ കഴിയണം, ഇന്ന് ആ ബോധ്യം നമ്മളെ ഭരിക്കുന്നുണ്ടോ? യഥാർത്ഥമായിട്ടും നമ്മളെ ശോധന ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ഇത് അനുഭവമാക്കാനായിട്ട് കഴിയുന്നുണ്ടോ? എല്ലാ ദൈവമക്കളും അറിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോകപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നത്, നിത്യതയ്ക്ക് വേണ്ടിയാണ്. അല്ലേ? നമ്മൾ 1 കൊരിന്ത്യർ 15:19 വായിക്കുന്നുണ്ട്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുയേശുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നാം മറ്റെല്ലാവരേക്കാളും അരിഷ്ടന്മാരാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രത്യാശ ഇന്ന് നമ്മളോട് എന്താ പറയുന്നത്? യഥാർത്ഥത്തിൽ ഈ പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്നവരോട് നമുക്ക് സ്നേഹത്തിലും സൗമ്യതയിലും അവരോടും ഇത് പറഞ്ഞു കൊടുത്ത് അവരെയും ഈ രക്ഷയുടെ ഈ പാതയിലേക്ക് നടത്തുവാൻ നമുക്ക് കഴിയണം. അത് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നാം ഒരുങ്ങിയിരിക്കേണ്ട 7 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നും ഇന്നലെയായിട്ട് ചിന്തിച്ചത്. പെട്ടെന്ന് അത് പറഞ്ഞ് ഞാൻ നിർത്താം. ഒന്നാമത്തത്, സുവിശേഷം അറിയിക്കാനായിട്ടുള്ള ഒരുക്കം നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്, നമുക്ക് ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ ദൈവമായ പിശാച് നമ്മുടെ ശത്രുവാണ്. അവനുമായിട്ടുള്ളൊരു യുദ്ധം നമുക്ക് എപ്പോഴും ഉണ്ട്. ആ യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. 3, നമ്മൾ വായിക്കുന്നത്, കർത്താവ് ഏത് സമയത്തും വരാം. എപ്പോഴാണ് നമുക്ക് അറിഞ്ഞുകൂടാ. സമയം പറഞ്ഞിട്ടില്ല, ദിവസം പറഞ്ഞിട്ടില്ല, വർഷം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏത് സമയത്തേക്കുള്ള ഒരുക്കം നമുക്കുണ്ടായിരിക്കണം. 4, ഈ ലോക യാത്രയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ദൈവവചനം കേൾക്കേണ്ടതിനുള്ള ഒരുക്കം, വചനം കേൾക്കുവാനുള്ള ഒരുക്കം, അതിനുവേണ്ടിയുള്ള നമ്മുടെ ഹൃദയ ഒരുക്കം, ചെവി കേൾക്കാനുള്ള ചെവി ഒരുക്കം, നമ്മുടെ മനസ്സൊരുക്കം, ഇതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. 5 നാം കേട്ടത്, നമുക്ക് ക്രിസ്തുവിന് വേണ്ടി മരിക്കാനുള്ള ഒരുക്കം. കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നു. ആ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുവാനുള്ള ഒരുക്കം അത് നമുക്ക് ഉണ്ടായിരിക്കണം. 6 നമ്മൾ വായിച്ചത്, നമുക്ക് മരണാനന്തരം കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണം. അപ്പോൾ കണക്ക് കൊടുക്കുവാനുള്ള ഒരുക്കം അത് നമുക്ക് ഉണ്ടായിരിക്കണം. 7 നമ്മൾ വായിച്ചത്, നമ്മൾക്ക് മറ്റുള്ളവർ ഈ ജീവിത യാത്രയിൽ നമ്മളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ വളരെ സൗമ്യതയുടെ ആത്മാവിൽ അവരോട് ഇത് പറഞ്ഞുകൊടുത്ത് അവരെയും കർത്താവിലേക്ക് നടത്തുവാൻ ഉള്ള ഒരുക്കം നമുക്കുണ്ടായിരിക്കണം. എത്ര അനുഗ്രഹിക്കേണ്ട കാര്യമാണ്! എത്ര നല്ല ഒരു സമൃദ്ധമായ ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ഈ നിലയിൽ ഒരുക്കമുള്ളവരായി കർത്താവിനെ നമുക്ക് കാത്തിരിക്കാം. അതിനുവേണ്ടി ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ.